2 ലെറ്റേഴ്സ് വെച്ചിട്ട് ഒരു സിമ്പിൾ ലോഗോ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് 2 ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്ത് വലുതാക്കി അതിനുശേഷം ഒന്ന് ബോൾഡ് ആക്കാമേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം. ഞാൻ തൽക്കാലം ഈ ഒരു ഫോണ്ട് കൊടുത്തതേ ഉള്ളൂ. അതിനുശേഷം കളർ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരു ലെറ്റർ കൊണ്ടിട്ട് ഞാൻ ടൈപ്പ് ചെയ്തേ. അപ്പം ഇത് വലുതാക്കാം, ഇത് ചെറുതാക്കാം, ഇത് ചെറുതാക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് വയ്ക്കാം. സ്വല്പം കൂടെ ഒന്ന് വലുതാക്കാം, മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 ഒബ്ജക്റ്റിനെയും നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു കർവ് ആക്കുക. കർവ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്താൽ ക്രിയേറ്റ് ഔട്ട്ലൈൻ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇത് കണ്ടോ, ക്രിയേറ്റ് ഔട്ട്ലൈൻ. ഇവിടെ നമുക്ക് മാറ്റാം, ക്രിയേറ്റ് ഔട്ട്ലൈൻ കളർ അല്ലെങ്കിൽ ഔട്ട്ലൈൻ ഫില്ല് അല്ലെങ്കിൽ ഔട്ട്ലൈൻ. ഇപ്പോൾ ഔട്ട്ലൈൻ നമുക്ക് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം, നമുക്ക് ഏതാണെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാം. ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ചെയ്യുക. സോറി, എനിക്ക് ആക്ച്വലി ഇതിൻ്റെ അത് ഫില്ല് മാത്രം മതി. സെലക്ട് ചെയ്യുക, നമുക്ക് അതിൻ്റെ അകത്ത് ഫില്ല് മാത്രം മതി. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് കുറയ്ക്കാം, ഒരു 0.1 എല്ലാം കൊടുക്കാം. ഓക്കെ, ഇത് ഇനഫാണ് എനിക്ക്. ഇനി ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂൾ ഉണ്ടല്ലോ, ഏതാണ്, സ്മാർട്ട് ഫിൽ എന്ന് പറഞ്ഞ ടൂള്. സ്മാർട്ട് ഫിൽ. ഓക്കെ, സ്മാർട്ട് ഫിൽ എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ട് നമുക്ക് തൽക്കാലം ഇതിൻ്റെ ഫിൽ ഓപ്ഷൻ ബ്ലാക്ക് തന്നെ ഇരുന്നോട്ടെ. ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യാം, ഇവിടെ ഫില്ല് ചെയ്യാം, ഇവിടെ ഫില്ല് ചെയ്യാം, ഇവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ അകം വഴി പോകുന്നൊരു ഫീൽ വരുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഫില്ല് കൊടുക്കാം. ഇപ്പോൾ അകം ആയല്ലോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇത് ഫില്ല് ചെയ്യരുത്, ഇത് ഫില്ല് ചെയ്താൽ പോയി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇതും ഒരു സുഖമില്ല, ഇതും പുറത്തൂടെ വരട്ടെ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രോസസ്സ് സംഭവം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ, ബ്ലാക്കിനെ കംപ്ലീറ്റ് ഒറ്റ ഒബ്ജക്റ്റ് ആക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, എല്ലാം സെലക്ട് ചെയ്ത് എത്ര ഒബ്ജക്റ്റ് ഉണ്ടെന്ന് ആദ്യം നോക്കുക. 1 2 3 4 5 6 എല്ലാം സെലക്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിന് വെൽഡ് കൊടുത്തു. വെൽഡ് കൊടുത്തുമ്പോൾ എന്ത് പറ്റി, ഇതിനെ ഒറ്റ പീസാക്കാൻ പറ്റി. കണ്ടോ, നമുക്കത് ഒറ്റ പീസിൽ ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റ് ആണ് ഇനി അടുത്തത്. ഇതേ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം, ഒരേ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കൊടുക്കും, ഏത് ടൂളാ, സ്മാർട്ട് ഫിൽ ടൂൾ വെച്ചിട്ട് ബ്ലാക്ക് തന്നെ 1 2 3 4. അപ്പോൾ ഒന്നും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് അതുവഴി വന്നു കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിനും സെലക്ട് ചെയ്തിട്ട് സെയിം എല്ലാം സെലക്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഒറ്റ ഒബ്ജക്റ്റ് ആക്കാം. ഓക്കെ, ഒറ്റ ഒബ്ജക്റ്റ് ആക്കിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. സോറി, ഒറ്റ ഒബ്ജക്റ്റ് ആയില്ലേ, ഒന്നും കൂടെ സെലക്ട് ചെയ്യുക. 1 2 3 4 5. ഒന്നും കൂടെ സെലക്ട് ചെയ്തു, ഇവിടെ കൊണ്ടുവച്ചു. സോറി, 1 2 3 4 and 5 മറിച്ച് ആയല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും ഒരു കളർ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയായി. ഓക്കെ, ഇപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് വെൽഡായി, ഇതുവഴി ഇങ്ങനെ കറങ്ങി വന്നു. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫീൽ കൊടുക്കാം. ഇതിന് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഏതൊക്കെ എഡ്ജിൻ്റെ അകത്ത് നമുക്ക് ഷാഡോ കൊടുക്കണം, ആ എഡ്ജിൻ്റെ അകത്തൊക്കെ നമുക്ക് ഷാഡോ കൊടുക്കാം. ഇപ്പോൾ ഷാഡോ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഷാഡോ കൊടുക്കാമല്ലോ അല്ലേ, ഈ ഒരു എഡ്ജിന് നമുക്കൊരു ഷാഡോ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യം ചെയ്യാം, സ്മാർട്ട് ഫിൽ ടൂൾ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിനെ ബ്ലോക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് അവിടെ ഷാഡോ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ തൽക്കാലം ഇങ്ങനെ ഒന്ന് വരച്ചേ, ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, എന്നിട്ട് സ്മാർട്ട് ഫിൽ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. ഇവിടെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ്. ഓക്കെ, ഇതിന് നമുക്ക് ഷാഡോ കൊടുക്കാം. എങ്ങനെ ഇതിന് ഷാഡോ കൊടുക്കാം, നമുക്ക് ട്രാൻസ്പാരൻസി ടൂളുണ്ട്. കണ്ടല്ലോ, ട്രാൻസ്പാരൻസി ടൂളിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് ട്രാൻസ്പാരൻസി ആണ് വേണ്ടത്, ഫൗണ്ടൻ ആണോ, യൂണിഫോം ആണോ, അല്ലെങ്കിൽ നോർമൽ ആണോ, അതിന് നമ്മളിങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ട് ഓക്കെ ഇതിനെ നമുക്ക് മൂവ് ചെയ്യാം. ഇതിനെ മൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. കണ്ടോ? എന്നിട്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ കറക്കാം, ഇല്ലെങ്കിൽ ഇതിനെ മൂവ് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാം.
അവിടെ ഒരു ഷാഡോ ഫീൽ വന്നോ? അത് സ്വല്പം കൂടെ ട്വീക്ക് ചെയ്യണേ, അത് ഇതായി പോരുത്. ലൈൻ പോലെ ഒന്നും വരാൻ പാടില്ല, കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഇതിനെ അങ്ങോട്ട് മൂവ് ചെയ്താൽ മതി. കണ്ടോ, ഇതിലാണ് ആ ലൈൻ വേണോ വേണ്ടെന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഏത് ഏരിയക്കകത്ത് നമുക്ക് വേണം? ഈ ഒരു ഏരിയക്കകത്ത് അല്ലേ, അതല്ലേ ആ ഒരു ഏരിയക്ക് വഴി നമുക്ക് പോകുന്നത്. അപ്പം ഞാൻ വീണ്ടും അതിൻ്റെ അകത്ത് ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെ സ്വല്പം വേണമെങ്കിൽ ഒന്ന് സ്കെയിൽ ചെയ്യാം. എന്നിട്ട് അതിനെ ഡ്രാഗ് ചെയ്തിവിടെ വയ്ക്കാം. ഇവിടെയും നമുക്കൊരു ഏത് ടൂളാണ്? സ്മാർട്ട് ഫിൽ ടൂൾ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയക്കകത്ത് നമുക്ക് സെയിം ഒരു ഷാഡോ കൊടുക്കാം. ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതാണ് സ്മാർട്ട് ഫിൽ ടൂളിൻ്റെ ഉപയോഗം. നമുക്ക് എവിടെ വേണമെങ്കിലും ഷാഡോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫില്ലിൻ്റെ ആവശ്യമില്ല അല്ല സോറി, ജസ്റ്റ് സ്ട്രോക്കിൻ്റെ ആവശ്യമില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്ട്രോക്ക് റിമൂവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്പാരൻസി ടൂൾ വെച്ചിട്ട് നമുക്ക് അതിന് ഡ്രാഗ് ചെയ്യാം. ഏത് ഭാഗത്തു നിന്ന് ഏതിലോട്ടാണ് വരേണ്ടത്. ഇത് ഇങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞ് പ്രോബ്ലം ഒന്നുമില്ല. ഇതിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ താഴെ കൊണ്ടുവരിക കേട്ടോ. ഇതിലാണ് എല്ലാം ഇരിക്കുന്നത്. അല്ലാതെ ഇത് പിടിച്ച് ഇങ്ങനെ ആക്കി ഇതിൻ്റെ ട്രാൻസ്പാരൻസി മാത്രമേ മൂവ് ആവുകയുള്ളൂ. നമുക്ക് നല്ല കട്ടിയുള്ള ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ പിടിച്ച് മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് കറക്കാം. ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഭാഗത്തോട്ട് മൂവ് ചെയ്ത്, കണ്ടോ, ഇതിനെ പിടിച്ചിട്ട് ഏത് ഭാഗത്താണെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഇതാ ഒരു ഷാഡോയുടെ ഫീൽ വന്നിട്ടുണ്ട് ഇല്ലേ? ഷാഡോ വന്നിട്ടുണ്ട്. ഇനി എവിടെ വരണം ഷാഡോ? ഇനി ഇവിടെയും വന്നാലും കൊള്ളായിരിക്കും അല്ലേ? അപ്പോൾ വീണ്ടും ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ അകത്തൊരു സ്മാർട്ട് ഫിൽ ടൂൾ വെച്ചിട്ട് ആയില്ല. ഒരു കാര്യം ചെയ്യും, ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അതിന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഓക്കെ, കണ്ടോ, കണക്റ്റ് ആവണം. കണക്റ്റ് ആയാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, എഡ്ജ് വന്നു. ഇനി ഈ എഡ്ജിൻ്റെ അകത്തും നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഷാഡോ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി ട്രാൻസ്പാരൻസി ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. സോറി, കറക്റ്റ് ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് മാക്സിമം ഇങ്ങോട്ട് കൊണ്ടുവച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വേണമെങ്കിൽ സ്വല്പം അകത്തോട്ടായാലും കുഴപ്പമില്ല. ഓക്കെ, അതും സെറ്റ് ആയല്ലോ. ഇനി ഈ ഒരു എഡ്ജിലാണെങ്കിൽ ഈ ഒരു എഡ്ജിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സ് ചെയ്യുക. ഡ്രാഗ് ചെയ്തിട്ട് ഓക്കെ, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വരച്ചു. അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, എത്രയും ഷാഡോ വേണം നമുക്ക് അത്രയും ഷാഡോ ഇവിടെ അപ്ലൈ ചെയ്യാം. അത്രയും മതിയെങ്കിൽ അത്രയും മതി. സെലക്ട് ചെയ്യുക, സ്മാർട്ട് ഫിൽ ടൂൾ, ഷാഡോ ആഡ് ചെയ്തു. ബാക്കി എല്ലാത്തിനെയും റിമൂവ് ചെയ്ത് കളയുക, ഡിലീറ്റ്. ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്. ഓക്കെ, ഇനി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ട്രാൻസ്പാരൻസി ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ട്രാൻസ്പാരൻസി നല്ലവണ്ണം താഴേക്ക് കൊണ്ടുവരിക. ഓക്കെ, എല്ലായിടത്തും വർക്കൗട്ട് ആയല്ലോ. ഇവിടെയും ഇവിടത്തത് എനിക്ക് സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വൃത്തിയായിട്ട് കിട്ടും. അത് ഉണ്ടോ? മനസ്സിലായ സംഭവം? കുറച്ചുകൂടെ അത് നമ്മൾ ട്വീക്ക് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു രീതിയിൽ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്രൂപ്പ് ആക്കാം. സോ Ctrl+G ഫോർ ഗ്രൂപ്പ് മാറ്റി വയ്ക്കാം. Ctrl+G ഫോർ ഗ്രൂപ്പ്. അതിൻ്റെ ഗ്യാപ്പ് വന്നല്ലേ? അല്ലെ നമുക്ക് കമ്പൈൻ ചെയ്താലോ? വേണ്ട, ഫുൾ സെലക്ട് ചെയ്തിട്ട് Ctrl+G അടിക്കുക. ഇപ്പോൾ ഒരു ഗ്രൂപ്പായി. ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്തൊരു കളർ വയ്ക്കാം. ഓക്കെ, അതിൻ്റെ അകത്തൊരു ട്രാൻസ്പാരൻസി വയ്ക്കാം. ഓക്കെ, ഗ്രേഡിയൻറ്റ് ഡ്രാഗ് ചെയ്തു, വേറൊരു ഗ്രേഡിയൻറ്റിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വേറൊരു ഗ്രേഡിയൻറ്റും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. വേറെ മീൻസ് ഒരു കളറും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് കൊടുത്താലും മതി. ഓക്കെ, എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക, ഇവിടെ വെച്ച് കൊടുക്കുക.
ഷിഫ്റ്റ് പേജ് അപ്പ്. ഓക്കെ, ചിലപ്പോൾ പേജ് ഡൗണിലായിരിക്കും കിടക്കുന്നത്. ഷിഫ്റ്റ് പേജ് അപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് എല്ലാം വരുന്നുണ്ടല്ലോ, കറക്റ്റായിട്ടുള്ള സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഭാഗത്ത് കൂടെ വേണമെങ്കിൽ വെക്കാമേ, വെച്ചാൽ കുറച്ചുകൂടി ഒരു ഫീല് വരും. ഇവിടെയും കണ്ടോ, ഈ ഭാഗത്തൊന്നും നമ്മൾ വെച്ചിട്ടില്ല. ഇവിടെ വേണമെങ്കിൽ ഒരു പരിപാടി ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മെർജ് ചെയ്തു, ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാമായിരുന്നു. പിന്നെ ലാസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംഭവത്തിന് ഒരു ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കുക. എലിപ്സ് ടൂൾ എടുത്തിട്ട് വരയ്ക്കുന്നു. എലിപ്സ് ടൂളിൻ്റെ അകത്ത് ഞാനൊരു ബ്ലാക്ക് കളർ കൊടുക്കുന്നു. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഷിഫ്റ്റ് കൺട്രോൾ പേജ് ഡൗൺ, ദെൻ എഫക്ട്സിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഒരു ഗോസിയൻ ബ്ലർ കൊടുക്കുക. ഓക്കെ എടുത്തു. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആണെങ്കിൽ അതിൻ്റെ ഷാഡോ ഒരു ഒപ്പാസിറ്റി നമുക്ക് സ്വല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ട്രാൻസ്പാരൻസി ടൂൾ എടുത്ത് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി സ്വല്പം കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഷാഡോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തത്തിലൊരു ഷാഡോ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക, ഷാഡോ എടുക്കുക, ജസ്റ്റ് ഷാഡോയെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഷാഡോ വന്നു. ഈ ഷാഡോ ഞാൻ പിടിച്ച് കറക്റ്റ് മൂവ് ചെയ്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ ട്വീക്ക് ചെയ്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങളതിനെ ട്വീക്ക് ചെയ്യുക. ഓക്കെ, ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് F9 അടിച്ച് നോക്കാം ഫുൾ സ്ക്രീൻ. ഓക്കെ,